തിരുമേനി, അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, മുഖ്യ പ്രഭാഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട PH കുര്യൻ IAS, വൈദിക സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനായ ഡോക്ടർ ജോൺസ് അബ്രഹാം കോനാട്ട്, സെമിനാരി കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് അരികുപുരം, തോമസ് ടി പരുമല, ടി ഉമ്മൻ, തങ്കച്ചൻ കല്ലമല, വന്യ അറമ്പാച്ചന്മാരെ, വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവതിരുനാമം മഹത്വമായിരിക്കട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 110ാമത്തെ ഓർമ്മ പെരുന്നാള് ആഘോഷം അല്ലെ പെരുന്നാളിൻ്റെ ക്രമങ്ങൾ അല്ലെങ്കിൽ ആരാധന അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളൊക്കെയും കൊടിയേറ്റ് കർമ്മം നിറവേറ്റതോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. സ്വാഗത പ്രസംഗനായി ഇവിടെ സ്വാഗതം അർപ്പിക്കേണ്ടത് കൗൺസിലിൻ്റെ കൂടെ സെക്രട്ടറി ആയിരിക്കുന്ന സഭാ സെക്രട്ടറി ബഹുമാനായ ഡോക്ടർ ജോർജ് ജോസഫ. എന്നാൽ സഭയുടെ കാതോലിക്കേറ്റ് ശതാബ്ദി ആഘോഷത്തിന്റെ സന്ദേശയാത്ര തിരുവിതാംകോട് സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ചത് ഇന്ന് ഇടുക്കി ഭദ്രാസന മേഖലകളിൽ ആയിരിക്കുന്നതിനാൽ ബഹുമാനായ സഭാ സെക്രട്ടറിക്ക് എത്തിച്ചേരുവാനുള്ള സാഹചര്യം കുറവുണ്ട് എന്ന് അറിയിച്ചതിനാലാണ് ബലഹീന ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടി വന്നത്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 110ാമത്തെ ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റോടെ ആരംഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിച്ചു. ഒരാഴ്ചക്കാലം തീർത്ഥാടന വാര ആഘോഷമാണ്. നവംബർ മാസം 1, 2 പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ നമ്മൾ ആഘോഷമായിട്ട് നടത്തുന്നത്. എന്നാൽ ഏതാണ്ട് 3-4 വർഷമായിട്ട് ഏകദേശമാകുന്നു ഞാനിവിടെ നിൽക്കാനായിട്ട് തുടങ്ങിയിട്ട്. എൻ്റെ കാഴ്ചയിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ എന്നും ഇവിടെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും വെളുപ്പിനെ 4:30 മണിക്ക് അല്ലെങ്കിൽ 5 മണി തൊട്ട് ഈ ദേവാലയം തുറന്നാൽ വൈകിട്ട് ഒരു 10 മണി വരെയും ഈ ദേവാലയത്തിലേക്ക് ആ പുണ്യവാന്റെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് അനേക ആയിരങ്ങൾ അല്ലെ അനേക വ്യക്തികൾ, അത് നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഇവിടെ വന്നു ചേർന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠത. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാള് നവംബർ 1-2 അല്ലെങ്കിൽ ഒക്ടോബർ മാസം 26 മുതൽ നവംബർ 2 വരെ ആയിട്ടോ നമുക്ക് ചുരുക്കി കാണിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതുകൂടാതെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ അനേക ദേവാലയങ്ങൾ ഇന്ന് അങ്ങോളം ഇങ്ങോളം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. ആ വിവിധ സ്ഥലങ്ങളിലും വിവിധ സമയങ്ങളിൽ വിവിധ മാസങ്ങളിലായിട്ടാണ് ഈ പെരുന്നാൾ കൊണ്ടാകുന്നത്. അതുകൊണ്ട് ആ പുണ്യവാന്റെ പെരുന്നാള് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ടോ നിന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ഈ 110ാമത്തെ പെരുന്നാൾ കൊണ്ടാടുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ള ഒരു സന്തോഷത്താലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ആ 110ാമത്തെ പെരുന്നാൾ വളരെ ശ്രേഷ്ഠമായിട്ട് ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഒരാഴ്ചക്കാലം നടത്താൻ പോകുന്ന ഈ പെരുന്നാൾ എന്നെ കൊണ്ട് എത്രമാത്രം ഭംഗിയാക്കി തീർക്കുവാൻ കഴിയും, എന്നെ കൊണ്ട് എത്രമാത്രം ഇത് മോടി പിടിപ്പിക്കുവാനായിട്ട് കഴിയും. അത് ആന്തരികമായിട്ട് മാത്രമല്ല, ഭൗതികമായിട്ടും ആന്തരികമായിട്ടും എത്രമാത്രം ഇത് ഭംഗികരവും അനുഗ്രഹപ്രദവും ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ കഴിയും എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. അല്ലാതെ തൽക്കാലമായിട്ട് വന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പങ്കെടുത്ത് സംബന്ധിച്ച് പോകുന്നതിലുപരിയായി ഞാൻ ഈ പുണ്യവാന്റെ സന്നിധിയിൽ കടന്നു വന്ന് ആ പുണ്യവാന്റെ മധ്യസ്ഥയിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് കടന്നു പോകുമ്പോൾ എനിക്ക് എന്ത് ഈ പെരുന്നാളുമായിട്ട് നൽകുവാൻ സാധിക്കും, എനിക്ക് എന്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും? അതായത് ദൈവത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പുണ്യപിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു, എന്റെ സഭയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ഇന്ന് പലപ്പോഴും ബാഹ്യമായ പെരുന്നാളുകളും ചടങ്ങുകളും നടക്കുന്ന കാലഘട്ടങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറയുവാനായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചത്. ആന്തരികമായി ആത്മീയമായിട്ട് ദൈവസന്നിധിയിലേക്ക് ആ പുണ്യവാൻ കാണിച്ചിരുന്ന വഴികളെ കുറിച്ച് നാം വായിച്ചും കണ്ടും ഇപ്പോൾ അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന അത് ഈ ലോകത്തിലേക്ക് നമ്മൾ കൂടി സാക്ഷ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട്, നമ്മൾ കൂടി പകർന്നു കൊടുക്കുവാനായിട്ട്, നമ്മൾ കൂടി മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് നമ്മുടെ ജീവിതം മൂലം, നമ്മുടെ പ്രവർത്തനം മൂലം, നമ്മുടെ ചര്യകൾ മൂലം, നമ്മുടെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ മൂലം സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പെരുന്നാൾ ആഘോഷം. അതാണ് ഏറ്റവും നന്മയിലേക്കുള്ള വഴി. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷം നാം ഒരുങ്ങിയിരിക്കുന്നു. ആ പുണ്യവാന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ, ആ പുണ്യവാന്റെ
ആഘോഷമായി ഒരാഴ്ചക്കാലം ഞാൻ എന്റെ കുടുംബവും അല്ലെ എന്റെ സമൂഹവും എന്റെ ദേശവും ഈ പുണ്യപിതാവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, ലോകത്തിലേക്ക് ദൈവത്തിന് സാക്ഷിയായി തീരുവാൻ സാധിക്കുമെന്നതിന് ഒരു ഉറച്ച തീരുമാനത്തോടെ വേണം നമ്മൾ ഇന്നോടുള്ള എല്ലാ കാര്യങ്ങളിലും സംബന്ധിക്കുവാനും പങ്കാളികളാകുവാനുള്ള കാര്യം സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. വളരെയധികം അനുഗ്രഹങ്ങൾ ഈ പുണ്യവാന്റെ മധ്യസ്ഥത പ്രാപിക്കുന്നുവെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. അനുഭവസ്ഥരാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഇവിടുത്തെ ഓരോ ആചാരങ്ങളും ഓരോ ചര്യകളും കാണുമ്പോൾ തന്നെയും അത് സ്വന്തം അനുഭവത്തിലേക്ക് വന്നതിന് ശേഷമുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ വന്ന് അവന്റെ തൃപാദത്തിൽ ഇരുന്ന് മധ്യസ്ഥ അപേക്ഷിച്ച് യാചിച്ച് പ്രാപിക്കുന്നവര് അതിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് അനുഭവിച്ച് വളരുവാൻ ദൈവത്തിന്റെ തമ്പുരാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 110ാമത്തെ പെരുന്നാളിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ, പരിശുദ്ധ പരിമല സെമിനാരിയുടെ പ്രധാന ചുമതലക്കാരൻ, സഭയുടെ എല്ലാമായുള്ള ചുമതലക്കാരൻ, സഭയെ ധീരമായിട്ട് സഭയുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കാതോലിക്കേറ്റിന്റെ 100ാം വർഷത്തെ ആഘോഷിക്കുന്ന ദിവസം, കാതോലിക്കന്റെ ശതാബ്ദി ആഘോഷ വർഷം, വളരെയധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സന്ദേശയാത്ര നടക്കുന്നു. തിരുവിതാംകൂറിൽ നിന്ന് സന്ദേശയാത്ര പരിശുദ്ധ പിതാവ് ആരംഭിച്ചതിന് ശേഷം ആ സന്ദേശയാത്ര ഇന്ന് ഇപ്പോഴൊക്കെ ഇടുക്കിയിൽ വരെ എത്തിയിരിക്കുന്നു. വിവിധ ഭദ്രാസനങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ സ്വീകരണങ്ങളൊക്കെയും വന്നുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാനം നവംബർ മാസം 25-ാം തീയതി മറൈൻ ഡ്രൈവ് നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് അവസാനിക്കുന്നതായി നമുക്ക് ഏവർക്കും അറിയാം. സഭയ്ക്ക് വേണ്ടതായ ശക്തിയും വേണ്ടതായ ബലവും ഒക്കെയും നൽകി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനി അല്ലെങ്കിൽ മലങ്കര മെത്രാപ്പോലീത്ത എന്നും സഭയ്ക്ക് ശ്രേഷ്ഠനായി തീരുവാൻ, സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ തീക്ഷ്ണതയോടെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും അവയെ വേണ്ട രീതിയിൽ നേരായ രീതിയിൽ തന്നെ നയിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുള്ള മാർഗങ്ങൾ തേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധ പിതാവ് പരിശുദ്ധ ബാബാതിരുമേനിയോടുള്ള നന്ദി സ്വാഗതം ഏത് രീതിയിൽ അറിയിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് സ്വാഗതം അറിയിക്കാൻ നമ്മുടെ പിതാവാണ്. പിതാവിനെ മക്കൾ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയാണ്. എങ്കിലും ഔപചാരികത എന്നുള്ള രീതിയിൽ മലങ്കരയുടെ പരമാധ്യക്ഷന്, പരിമല സെമിനാരിയുടെ പ്രധാന ചുമതലക്കാരന് എളിയ ചുമതലക്കാരെന്ന രീതിയിൽ സന്തോഷത്തോട് ഈ പൊതുസമ്മേളനത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും, തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊള്ളും. നിർണഭദ്രാസനത്തിന്റെ ഭദ്രാപോലത്തായിരിക്കുന്ന അഭിനന്ദ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, എപ്പോഴും തിരുമേനി നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്, എല്ലാ സമയങ്ങളിലും ഇവിടെ ഉണ്ട്. ഇനി ഏതാണ്ട് ഒരാഴ്ചക്കാലം തിരുമേനി ഇവിടെ നിന്ന് ഇതിന് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മൾക്ക് വേണ്ടതായ നേതൃത്വം നൽകി ഉപദേശങ്ങൾ നൽകി വേണ്ട രീതിയിലെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദ തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി, പ്രത്യേകമായുള്ള സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് സന്തോഷത്തോട് അദ്ദേഹത്തെ തൃപ്പാദത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് മുഖ്യപ്രഭാഷകനായിട്ട് നമുക്ക് കടന്നു വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സഭയുടെ അഭിമാനവാചകമാണ്. കേരള ഗവൺമെന്റിലെ IT വിഭാഗത്തിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട PH ശിവൻ സാറാണ്. അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം യാത്രയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാസമയത്ത് എത്തിച്ചേരുന്ന കരുതിക്കൊണ്ടും അദ്ദേഹത്തെ ഈ സന്തോഷത്തോട് ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കാനാട്ടച്ചൻ, സഭയുടെ വൈദിക അധ്യക്ഷി, പാമ്പാക്കുട കോനാട്ട് കുടുംബത്തിലെ ശ്രേഷ്ഠനായ ഒരു വൈദികൻ, സഭയ്ക്ക് വേണ്ട ധീരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവ്, ബഹുമാന അച്ഛനെയും സന്തോഷത്തോട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ സെമിനാരി കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് തോമസ് അരികപുരം, തോമസ് ശ്രീ പരിമല, ബഹുമാന ജി ഉമ്മൻ, ബഹുമാനപ്പെട്ട തങ്കച്ചൻ കൊലമല, ഇവരെയൊക്കെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ എത്രമാത്രം പറഞ്ഞാലും തികയില്ല. അതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങനെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും സമയം ചുരുക്കം കൊണ്ട് അത് കൂടുതലായി പറയാൻ ആഗ്രഹിക്കാതെ സന്തോഷത്തോടെ അവരെയും ഈ സമയത്ത് വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ബഹുമാനപ്പെട്ട KV ജോസഫ് പെർബാച്ചൻ ഈ വേദിയിലുണ്ട്. ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പെർബാച്ചനാണ്.
എറമ്പാച്ചിനെയും സന്തോഷത്തോട് ഈ സമയത്ത് സ്വാഗതം ചെയ്തോളും. ഇന്നത്തെ കാര്യങ്ങളിലൊക്കെയും കൊടിയേറ്റ് കർമ്മങ്ങളിലും തീർത്ഥാടന വാരാഘോഷത്തിലുമൊക്കെ സംബന്ധിച്ച വന്യ എറമ്പാച്ചന്മാർ, വന്യ വൈദിക സഹോദരങ്ങളും ഈ വേദിയിലായിരിക്കുന്ന എല്ലാവരും ഇത് കേൾക്കുകയും ചെയ്യുന്ന ഏവരോടും പ്രത്യേകമായി സന്തോഷത്തോട് ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയും ചെയ്യും. ഈ തീർത്ഥാടന വാരാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തുതിയൻ കാതോലിക്ക ബാവ തിരുമനസിനെ പ്രത്യേകം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. നിരണം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനും ഈ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റോമസ് തിരുമേനി, ഈ പരമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ഔഗ്യാൻ റമ്പാച്ചൻ, അധ്യക്ഷ വേദിയിൽ ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം സന്നിഹിതരായിരിക്കുന്ന ശ്രീ ജേക്കബ് തോമസ് അരികുപുറം, ശ്രീ തോമസ് ടി പരിമല, ശ്രീ ജി ഉമ്മൻ, ബഹുമാനപ്പെട്ട കെ വി ജോസഫ് പറമ്പാൻ, മറ്റ് അധ്യക്ഷ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, 110 വർഷങ്ങൾക്ക് മുമ്പ് മലങ്കര സഭയുടെ സുഗന്ധ പരിമളവാസനയായി ഇവിടെ കഴിഞ്ഞിരുന്ന പരിശുദ്ധ പരിമല തിരുമേനി ഈ ഭൂമിയിൽ നിന്ന് സ്വർഗരാജ്യത്തിലേക്ക് വാങ്ങിപ്പോയതിൻ്റെ ഓർമ്മ മഹാപെരുന്നാളുകളായി നാം ആചരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. ആരംഭം നന്നായാൽ പകുതി നന്നായി എന്നാണ് പഴമൊഴി പറയുന്നത്. തീർച്ചയായും പരിശുദ്ധ പരിമല തിരുമേനിയുടെ സാന്നിധ്യം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും വാങ്ങിപ്പോയ കാലഘട്ടത്തിലും ഈ പ്രദേശത്ത് ഈ മൺതരികളിലൂടെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള തലമുറകളുടെ പിൻതലമുറയാണ് നാം ഓരോരുത്തരും. പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ ആചരിക്കുമ്പോഴൊക്കെ തീർത്ഥയാത്ര സ്വമേധയാ പതിവുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ കബറിടത്തിലേക്ക്, മൈലാപ്പൂരിലേക്ക് മലങ്കരയിൽ നിന്ന് നമ്മുടെ പൂർവികന്മാർ പദയാത്രയായി തീർത്ഥയാത്ര ചെയ്തിരുന്നുവെന്ന് ചരിത്ര പുസ്തകങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ഏതായിരുന്നാലും പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിലേക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ കടന്നു വരികയാണ്. ഇപ്രകാരം കടന്നു വരുവാൻ അവരെ ആരും നിർബന്ധിച്ചിട്ടല്ല, അവർ സ്വമേധയാ വരുന്നവരാണ്. അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഭേദമോ ഒന്നും തന്നെയില്ല. നമ്മുടെ കർത്താവായ യേശുമിശിഹ യെരുശലേം ദേവാലയത്തിലേക്ക് ഊശാന പെരുന്നാളിനായി ഒരു സാധുവായ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര ആരംഭിച്ചപ്പോൾ
ആ കഴുതക്കുട്ടിയോടൊപ്പം യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന വലിയ പുരുഷാരം യേശുവിനെ ഹോശന്ന എന്ന് പറഞ്ഞ് പാടി സ്തുതിച്ച് ആർത്ത് ആഘോഷിച്ച് ദേവാലയത്തിലേക്ക് ആനയിക്കുന്നുണ്ട്. ആ സമയത്ത് യഹൂദ മതത്തിൻ്റെ അധ്യക്ഷന്മാരായിരിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ യേശുവിനോട് പറയുന്നു, നിന്റെ ശിഷ്യന്മാരും നിന്റെ ചുറ്റും നിന്റെ പരിവാരം, നിന്നോടൊപ്പമുള്ള ഈ പരിവാരം ഇങ്ങനെ ആർത്തു വിളിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. കർത്താവ് അതിന് മറുപടി പറയുന്നത്, നിങ്ങൾ ഈ സമയത്ത് ആർത്തു വിളിക്കുന്നില്ല എങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്നാണ് പറയുന്നത്. യെരുശലേം ദേവാലയത്തിലേക്ക് പെസഹ പെരുന്നാളിനായി കർത്താവായ യേശുക്രിസ്തു യാതൊരു പദ്ധതിയും ആസൂത്രണവും കൂടാതെ കടന്നു വരുമ്പോൾ വിശ്വാസികളായ സാധാരണക്കാർ യേശുവിനെ ഹോശന്ന പാടി സ്തുതിക്കുകയും ആർത്ത് അട്ടഹസിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം വായിച്ചറിയുന്നുണ്ട്. നമ്മുടെ പൂർവികന്മാർ പരിശുദ്ധന്മാരുടെ കബറിടത്തിലേക്ക് പോകുമ്പോൾ കബറിടത്തിലേക്ക് കാൽനടയായും അല്ലാത്ത വിധത്തിലും തീർത്ഥയാത്രയായി പോകുന്ന പതിവ് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. നിങ്ങൾ തീർത്ഥയാത്രയായി വരണമെന്ന് ആരും അവരെ നിർബന്ധിച്ചിട്ടല്ല. അവരുടെ സ്വന്തം ജീവിതത്തിലെ അവർ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവികമായ നൽവരങ്ങളുടെയും കൃപകളുടെയും പശ്ചാത്തലത്തിൽ സ്വയമേവ അവർക്കുണ്ടാകുന്ന അനുഭൂതിയാണിത്. ഇതിനെ മതവിഭാഗങ്ങളെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയുടെ സന്താനങ്ങളെന്നോ ഒന്നും പറഞ്ഞുകൂടാ. പരിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവനും അവരുടെ വികാര രംഗമാണ്. അവർക്ക് ഏതെങ്കിലും മതിൽക്കെട്ടുകളോ ഏതെങ്കിലും ജാതി വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിമല മണ്ണിലേക്ക് യുവാവായിരിക്കുന്ന ഒരു റമ്പാച്ചനെ, ഒരു സന്യാസിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഒരു സെമിനാരി ആരംഭിക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചിട്ടുള്ളത് അന്നത്തെ മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പോലീത്തായിരുന്ന ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനിയാണ്, അഥവാ പുലിക്കോട്ടിൽ തിരുമേനി. പുലിക്കോട്ടിൽ തിരുമേനി ഇവിടെ ഒരു സെമിനാരി സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് പഴയ സെമിനാരിയിലെ അന്ന് പ്രോട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ വലിയ വേലിയേറ്റം നടക്കുമ്പോൾ വൈദികരെ പഠിപ്പിച്ച് അവരെ സഭയുടെ വിശ്വാസത്തിൽ വാർത്തെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ചിന്തിച്ച് വളരെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് പരിമലയിലെ അരികപ്പുറത്തെ കുടുംബത്തിലെ ഒരു കാരണവർ ഇവിടെ പുലിക്കോട്ടിൽ തിരുമേനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഒരു സെമിനാരി തുടങ്ങാൻ തക്കവണ്ണം, ചെറിയ തോതിൽ തുടങ്ങാൻ തക്കവണ്ണം 35 ദണ്ണ് ചതുരശ്ര മീറ്ററിലുള്ള ദണ്ണിലുള്ള ഒരു പുരയിടം ദാനമായി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ സ്ഥലം ഇവിടെ ഇപ്രകാരം പുലിക്കോട്ടിൽ തിരുമേനി ആവശ്യപ്പെട്ടത്? ഇവിടെ മനുഷ്യവാസം നടത്തുവാൻ തക്കവണ്ണം വളരെ വളരെ ദുഷ്കരമായ ഒരു പ്രദേശമാണെന്ന് പുലിക്കോട്ടിൽ തിരുമേനിയെ ആ കാരണവർ അറിയിച്ചതായിട്ട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. തിരുമേനി മറുപടി പറയുന്നു, അതിൽ എനിക്ക് അശേഷം ഭയമില്ല. പുരയിടം കിട്ടാമെങ്കിൽ, മണ്ണ് ലഭിക്കാമെങ്കിൽ ഒരു സെമിനാരി പണിയുവാനുള്ള അതിനുള്ള എല്ലാ ഒത്താശകളും ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ ഇവിടെ ഒരു ചെറിയ സെമിനാരി സ്ഥാപിച്ചു, ഒരു പുരയിടം സ്ഥാപിച്ചു, ഒരു അടിപ്പുര പണിയാൻ തുടങ്ങി. അപ്പോഴാണ് പുലിക്കോട്ടിൽ തിരുമേനിയുടെ മനസ്സിലുള്ളത്, ആരെയാണ് ഇവിടെ താമസിപ്പിക്കേണ്ടത്, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, വൈദിക സെമിനാരി ആരംഭിക്കുമ്പോൾ ചിട്ട വേണം, പാഠ്യക്രമം വേണം, പഠിപ്പിക്കാൻ അധ്യാപകർ വേണം. അങ്ങനെ ഏറെ ചിന്തിക്കുമ്പോഴാണ് ആ വന്യ പ്രായം ചെന്ന തിരുമേനിയുടെ മനസ്സിൽ ഒരാശയമുണ്ടാകുന്നത്. മുളന്തുരുത്തിയിലെ വെട്ടിക്കൽ തേറായിൽ ഒരു യഥാർത്ഥ സന്യാസിയായ ഒരു യുവ പുരോഹിതൻ, ഒരു റമ്പാൻ അവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് യുയാക്കിമാ കൂറിലോസ് ബാവായുടെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം വെട്ടിക്കൽ തേറായിൽ താമസിച്ച് മുളന്തുരുത്തി പള്ളിയിലെ ഞായറാഴ്ച തവണകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനി യുവാവായിരിക്കുമ്പോൾ തന്നെ സന്യാസി ജീവിതത്തിൽ ആകൃഷ്ടനായി. അദ്ദേഹം പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരു ശോഭ മുഖത്ത് ശോഭിക്കുന്നുവെന്ന് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പുലിക്കോട്ടിൽ തിരുമേനി ഈ അഴിപ്പുരക്കകത്ത് താമസിപ്പിച്ച്
വൈദിക സെമിനാരി അഥവാ ഷമ്മാശന്മാരെ വൈദിക വിദ്യ അഭ്യസിപ്പിക്കുവാനുള്ള ചുമതല യുവാവായിരിക്കുന്ന ചാത്തുരുത്തി റമ്പാച്ചനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം ചിട്ടയോടെ ഇവിടെ താമസിച്ചു, യാമങ്ങളിൽ പ്രാർത്ഥിച്ചു, കടന്നു വരുന്ന വിശ്വാസികളോട് കുശലം പറഞ്ഞു, അവരുടെ വേദനകൾ എന്തെന്ന് ചോദിച്ചറിഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതേ, ദൈവത്തിന്റെ അനുഗ്രഹം ഈ പുരയിടത്തിലേക്ക്, ഈ അഴിപ്പുരയിലേക്ക് ഒഴുകുന്നു എന്ന് ഇവിടെ കടന്നു വരുന്നവർക്ക് ബോധ്യമായി. അപ്രകാരം ആരംഭിച്ച ആ ഒരു സെമിനാരിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് വിശ്വപ്രസിദ്ധമായ നിലയിൽ ഈ പരിശുദ്ധന്റെ കബറിടം ലോകം മുഴുവനും പ്രസിദ്ധമാണ്. എങ്ങോ നിന്ന് എത്രയോ വിശ്വാസികളുടെ കടന്നു വരുന്നു. കടന്നു വരുവാൻ നിവൃത്തിയില്ലാത്തവരെ ഈ പരിശുദ്ധ പിതാവിന്റെ നാമം സ്മരിച്ചുകൊണ്ട് സ്വന്തം വേദനകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ആ വേദനകൾക്ക് ഉത്തരമരുളുന്നു, അതിനാശ്വാസം ലഭിക്കുന്നു. ഇതെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ കടന്നു വരുന്നവരും ഈ പരിശുദ്ധ പിതാവുമായി ആ കാലഘട്ടത്തിൽ തന്നെ അറിഞ്ഞിട്ടുള്ളവരും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തീർത്ഥാടനം ഇവിടെ നടത്തണമെന്ന് ഞങ്ങൾ ആരെയും നിർബന്ധിച്ചില്ല. ഞങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ചുമതലക്കാരായിരിക്കുന്ന റമ്പാച്ചനോ അഭിവന്യ ക്രിസോസ്റ്റം തിരുമേനിയോ ബലഹീനായിരിക്കുന്ന ഞാനോ ഒന്നും ഇത് ആരെയും നിർബന്ധിക്കുന്നതല്ല. വിശ്വാസികൾ അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന്, അവരുടെ മനസ്സിന്റെ ഉൾക്കാഴ്ചയിൽ നിന്ന് അവർ കടന്നു വരികയാണ്. ഏതായാലും കടന്നു വരുന്നവരാരും നിരാശരായി പോകുന്നില്ല എന്നുള്ളത് വസ്തുതയുമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ പിതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴൊക്കെയും നിഷ്കളങ്കരായ സാധാരണക്കാർ ഇവിടെ കടന്നു വരുന്നു. അവർക്ക് വേദശാസ്ത്രം അറിയാൻ പാടില്ല. അവർക്ക് ആകെ ഒന്നേ അറിയാവൂ. അവർക്കറിയാവുന്നത് ഞങ്ങൾ ഏതൊരു പരിശുദ്ധന്റെ കബറിടത്തിങ്കിലേക്കാണോ പോകുന്നത്, ആ കബറിടത്തിങ്കിൽ കടന്നു വന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ദുഃഖങ്ങൾ പകർന്നാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരമുണ്ട്, ആശ്വാസമുണ്ട് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുടെ അവരെ പറഞ്ഞു കേട്ട ആ അനുഭവത്തിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ ആധിക്യ നിമിത്തമാണ് ഇവിടെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഇത് എല്ലാ വർഷങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നവംബർ 2 എന്ന് പറയുന്നത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടയിൽ സുഗന്ധം പരത്തി നമ്മെ കാത്ത് സംരക്ഷിച്ചിരുന്ന ആ വന്യപിതാവിന്റെ സ്വർഗയാത്രയുടെ സുദിനമാണ്. പുലിക്കോട് ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി പരിശുദ്ധ പരിമല തിരുമേനിക്ക് രോഗം ബാധിച്ചു എന്നറിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ വേദനയോടെ കടന്നു വന്ന് കൊച്ചുകുട്ടികൾ വാവിട്ട് കരയുന്നത് പോലെ കരഞ്ഞു എന്ന് ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. 110 വർഷം എന്ന് പറയുന്നത് ഒരു സഭയുടെ ചരിത്രത്തിൽ അത്ര ദീർഘമായ കാലമൊന്നുമല്ല. ആ പരിശുദ്ധ പിതാവിനെ രണ്ടാം തലമുറ എന്നുള്ള നിലയിൽ കണ്ടിട്ടുള്ളവരുടെ രണ്ടാം തലമുറ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത് കഴിഞ്ഞ് പുലിക്കോട്ട് തിരുമേനി വെപ്രാളപ്പെട്ട് മുറിക്കകത്ത് വാതിലടച്ചിരുന്നു കൊണ്ട് കരയുകയാണ്. ഗീവർഗീസ് മൽപ്പാൻ അഥവാ വട്ടശ്ശേരി തിരുമേനി കാണാതെ, അല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനി പുലിക്കോട്ട് തിരുമേനിയുടെ കരച്ചിൽ കാണരുതെന്ന് കരുതി വാതിലടച്ച് നിൽക്കുകയാണ്. പുലിക്കോട്ട് തിരുമേനിയുടെ ബാല്യക്കാരൻ ചേറു ആ വാതിലിനെ മറഞ്ഞു നിന്ന് പുലിക്കോട്ട് തിരുമേനിയുടെ പ്രാർത്ഥന തടസ്സം കൂടാതെ സ്വർഗത്തിലേക്ക് കരയറത്തക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മളാകെ നൊമ്പരപ്പെട്ട് നാം ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം എത്ര ഗൗരവമുള്ളതാണ്, എത്ര വലുതാണ്, എത്രമാത്രം ദൈവികമാണ് എന്ന് നമുക്കറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ വാക്കുകളോടെ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ കബറിടത്തിലേക്ക്, മൈലാപ്പൂരിലേക്ക് മലങ്കരയിൽ നിന്ന് തീർത്ഥയാത്ര നടത്തിയിട്ടുള്ള പൂർവികന്മാരുടെ അവരെ പിന്നീടാണ് ഊനംകുരി സത്യത്തിന്റെ ആരംഭവും അതിന് പുറകാലെയാണ്. അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധന്മാരുടെ കബറിടം വിശ്വാസികൾക്ക് എന്നും സങ്കേതമാണ്, ആശ്രയമാണ്. ഈ ആശ്രയ കേന്ദ്രത്തിൽ കടന്നു വന്നുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ പകരുക. രഹസ്യവും പരസ്യവുമായ അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് പകരുവാൻ കാണും. സർവത്തിനും ദൈവസന്നിധിയിൽ നിന്ന് ആശ്വാസവും സമാധാനവും ലഭിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിശുദ്ധ പിതാവ്, പരിശുദ്ധ പരിമല തിരുമേനി ഇവിടെ ഉണ്ട്. ആ പരിശുദ്ധ പരിമല തിരുമേനി ഇവിടെ ഉള്ളിടത്തോളം കാലം മലങ്കര സഭ സുരക്ഷിതമാണ്.
ഒരു വിധത്തിലും ആർക്കും അതിനെ പോറലേൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആരും അതിനെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതിന്റെ സ്വാതന്ത്ര്യത്തിന് കോട്ടം തട്ടാൻ ഒക്കുകയില്ല. കാരണം പുലിക്കോട്ടിൽ തിരുമേനിയുടെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരുന്നുവോ അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുവാൻ ആജ്ഞകാത്തിൽ നിന്നിരുന്ന ഒരു മഹാപരിശുദ്ധനായിരുന്നു പരിമല തിരുമേനി. പുത്രവാത്സല്യം ഏറെ പുലിക്കോട്ട് തിരുമേനിക്ക് പരിമല തിരുമേനിയോട് ഉണ്ടായിരുന്നു. എത്രയോ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു. 10-30 വർഷത്തെ പ്രായവ്യത്യാസമുണ്ട്. പക്ഷേ പുലിക്കോട്ട് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും യുവാവായിരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ അടുത്ത് ചെന്ന് ആലോചന ആവശ്യപ്പെട്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് ഈ സഭയ്ക്ക് വേണ്ടി തീരുമാനങ്ങളെടുത്ത് മുന്നേറുകയാണ്. ആ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കോരിത്തരിപ്പുണ്ടാകും. പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭയുടെ ഒരു നീതി സൂര്യൻ എന്നുള്ള നിലയിൽ, ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന ഒരു വലിയ സൂര്യ തേജസ് എന്നുള്ള നിലയിൽ ആ പരിശുദ്ധ പിതാവിന്റെ കബറിടം ഇന്നും ഇവിടെ വലിയ വലിയ അത്ഭുതങ്ങളുടെ ഉറവിടമാണ്. ഞാൻ ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ ആ വന്യ മഹാപരിശുദ്ധന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, പെരുന്നാളിന് ഇങ്ങനെയൊക്കെ ആഘോഷം ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ആർപ്പുവിളി ആവശ്യമുണ്ടോ, ഇതൊക്കെ ക്രിസ്തീയമാണോ എന്നൊക്കെ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും. ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ അലിഖിതമായ പല പാരമ്പര്യങ്ങളും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പെരുന്നാൾ ആഘോഷവും. ഇതിൽ മനസ്സുകൊണ്ട് ഒരുക്കത്തോടെ കടന്നു വരികയും ഈ പരിശുദ്ധ പിതാവിന്റെ കബറിടത്തിൽ കടന്നു വന്ന് നമ്മുടെ ശിരസിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത ആവശ്യപ്പെടുകയും ചെയ്യുന്നവർക്ക് തീർച്ചയാണ് ദൈവാനുഗ്രഹങ്ങൾ പ്രവാഹം പോലെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും. ഒരു സംശയവുമില്ല. ആരും ഒന്നും അതേക്കുറിച്ച് സംശയിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ വർഷത്തെ 2012 എന്ന് പറയുന്നത് പരിശുദ്ധ സഭ സ്വതന്ത്രം, അതായത് അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് 100 വർഷം തികയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പെരുന്നാളിന് അതിന് പ്രത്യേകതയുണ്ട്. ഈ സഭ ഒരു തരത്തിലും അധിനിവേശത്തിന് വിധേയമാകരുത് എന്ന് ആഗ്രഹിച്ചൊരു പിതാവായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് തീർത്ഥാടന പഠനം ആരംഭിക്കുന്നു. തീർത്ഥാടന വാരം എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. 365 ദിവസം തീർത്ഥാടനം നടത്തപ്പെടുന്ന ഒരു ഇടമാണിത്. എങ്കിൽ ഇന്ന് തീർത്ഥാടനം ആരംഭിക്കുന്നത് പെരുന്നാളിന് വേണ്ടിയുള്ള തീർത്ഥാടനം എന്ന് ചേർത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ ആശയത്തിന് പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ പരിശുദ്ധ പിതാവിന്റെ പെരുന്നാളിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹിച്ച് എല്ലാ വൻകരകളിൽ നിന്നും വിശ്വാസികൾ അവരുടെ യാത്ര, അവരുടെ ജീവിതത്തിന്റെ അതാത് ദിവസത്തെ പദ്ധതിയിൽ, പ്ലാനിൽ ഇപ്രകാരമുള്ള നിലയിൽ അവരെ പലരും വിദേശത്തു നിന്ന് സ്വദേശത്തു നിന്നും ഒക്കെ കടന്നു വരുന്നത് ഈ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ വന്ന് ഹൃദയം പകർന്ന് ദൈവസന്നിധി അനുഗ്രഹം പ്രാപിക്കാനാണ്. അത് തീർച്ചയായും സ്വർഗത്തിൽ ദൈവം സാധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ആ പരിശുദ്ധ പരിമല പിതാവിന്റെ, പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇന്നത്തെ എല്ലാ വൈതരണികളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീർത്ഥാടന വാരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവിന്റെ തൃപാദങ്ങളിൽ നന്ദിയുടെ പൂച്ചെണ്ടകൾ അർപ്പിച്ചുകൊണ്ട് ഈ തീർത്ഥാടന വാരാഘോഷത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന നിരണ ഭദ്രാസന മെത്രാപ്പൊലീത്തയും മലങ്കര സഭയുടെ മിഷൻ ബോർഡിന്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവ തിരുമേനി, വന്യരായ റംബാച്ചന്മാരെ, കൗൺസിൽ അംഗങ്ങളെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിമല സെമിനാരിയുടെ തുടക്കവും നാളിതുവരെ ഉള്ള അതിൻ്റെ വളർച്ചയും
അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമ്മെ അറിയിച്ചു. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയം തേടി വരുന്നത് എത്ര അനുഗ്രഹകരമാണ് എന്നുള്ളത് ഇവിടെ കൂടിയിരിക്കുന്നവരോട് പറയേണ്ട കാര്യമില്ല. ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന പെരുന്നാളിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. തീർത്ഥാടന വാര ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തെ തീർത്ഥാടന ജീവിതം എന്ന് പരിശുദ്ധ പിതാക്കന്മാര് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു പരിശുദ്ധനായ പിതാവ് പയസിയോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഗ്രീക്ക് സഭാ പശ്ചാത്തലത്തിൽപ്പെട്ട ഒരു പിതാവാണ്. നമുക്ക് പരിശുദ്ധനായ പെരുവല തിരുമേനി എത്രമാത്രം ശ്രേഷ്ഠമാണോ അത്രമാത്രം അവർ വളരെ ശ്രേഷ്ഠമായി കാണുന്ന ഒരു ജീവിതമാണ് വിശുദ്ധനായ പയസിയോസിൻ്റെ. ഒരു ദിവസം സായാഹ്ന സമയത്ത് വെളിപ്രദേശത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം സ്വർഗത്തോട് നോക്കി കൈകൾ വിരിച്ച് സാധാരണ ചെയ്തു വരുന്നത് പോലെയുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു പറ്റം ദേശാടന കിളികൾ ഉയരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ കൂടി പറന്നു വരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. ധാരാളം ദേശാടന കിളികളുണ്ട്, കൂട്ടം കൂട്ടമായി പറന്നു വരുന്നു. ചിലത് മുൻപിൽ ആവേശത്തോടെ പറന്നു പോകുന്നു. അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ അത്രയും ആവേശത്തോടുകൂടി മുമ്പിൽ പറന്നു പോകുന്നതിന് കൂടെ പറന്നു നിൽക്കുവാൻ ബലമില്ലാതെ കുറെ പക്ഷികൾ പുറകിൽ ഇങ്ങനെ താളം തല്ലി വലിഞ്ഞ് പറന്നു വരുന്നു. ഈ പിതാവ് ശ്രദ്ധിക്കുമ്പോൾ തലക്കിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളിൽ ചിലത് അതിൻ്റെ സ്പീഡ് ഗതി കുറയ്ക്കുന്നു. പിന്നാക്കം പറന്നു വരുന്നത് കൂടെ കൂട്ടത്തിൽ പറന്നു വരുവാനായിട്ട് കാത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഏതാനും പക്ഷികൾ ചുരുക്കമെങ്കിലും മുന്നോട്ടുള്ള അതിൻ്റെ ഗതി തിരിച്ച് പുറകിലോട്ട് ചെന്നിട്ട് പുറകിൽ ശക്തിയില്ലാതെ ബലഹീനതയോടെ മുന്നേറാൻ തീവ്ര നടത്തുന്ന പക്ഷികളുടെ കൂടെ പറന്ന് അതിന് ധാർമ്മികമായ പിന്തുണ നൽകി അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നു. അദ്ദേഹം പറയുന്നു, ഇതാണ് യഥാർത്ഥത്തിൽ തീർത്ഥാടനം. This is what is the real pilgrimage. അദ്ദേഹം പറയുന്നത് ഇതാണ്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ അടിവരയിട്ട് പറയുന്നത്. ഒന്ന്, ലാക്കിലേക്ക് ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ പലതും ഉപേക്ഷിച്ചുകൊണ്ട് ദേശാടന കിളികൾ പോകുമ്പോൾ അതിന് ഭാണ്ഡവും അതിന് ലഗേജും ഒന്നുമില്ലാതെ പലതും വിട്ടുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴും ചില പക്ഷികൾ തങ്ങളുടെ ലക്ഷ്യം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, തങ്ങളുടെ കൂടെ പറന്നു നിൽക്കുവാൻ കഴിവില്ലാതെ ബലഹീനമായി പിന്തള്ളപ്പെട്ടു പോരുന്നതിന് ധാർമ്മികമായ ഒരു പിൻബലം, ഒരു മോറൽ സപ്പോർട്ട് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ ഗണത്തിൽ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നു. അദ്ദേഹം ഉപസംഹരിക്കുന്നു, ദിസ് ഈസ് ദ ട്രൂ പിൽഗ്രിമേജ്. ഇതാണ് യഥാർത്ഥമായ തീർത്ഥാടനം എന്ന്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നാം യാത്ര ചെയ്യേണ്ട പാതയും അനുദിനം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പാതയും ഒന്ന് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥമായ ലാക്കിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. പല കാരണങ്ങളാൽ കൂടെ പറക്കുവാൻ നിവൃത്തിയില്ലാതെ പിന്തള്ളപ്പെട്ടു പോരുന്ന, പറന്ന് കൂടെ നിൽക്കുവാൻ നിവൃത്തിയില്ലാതെ തളർന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഏക്കം വലിച്ചുകൊണ്ട് പറക്കണം, കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശാരീരികമായ ബലവും ശക്തിയുമില്ലാതെ കൂട്ടത്തോട് ചേർന്ന് നിൽക്കുവാൻ നിവൃത്തിയില്ലാതെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നതിന് ഒരു ധാർമ്മികമായ പിന്തുണ കൊടുത്ത് അതിനെ ഈ കൂട്ടത്തിൽ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ തീർത്ഥാടനം അർത്ഥപൂർണമായി യാഥാർത്ഥ്യമായി അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി, നിർണപത്രാസനാധിപൻ അഭിമന്യ ക്രിസ്തോസ് തിരുമേനി, പരമഡ സെമിനാരി മാനേജർ റംബാച്ചൻ,
അസിസ്റ്റന്റ് പ്രഭാഷൻ, വന്യവൈദികരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കൗൺസിൽ അംഗങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ പരിമല കുരിശുതിരുമേനിയുടെ 110-ാം ഓർമ്മ പെരുന്നാളിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് ഇന്ന് ഇവിടെ കൊടിയേറ്റിയിരിക്കുകയാണ്. ഈ കൊടിയേറ്റിയോടുകൂടി തീർത്ഥാടന വാരത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും പരിശുദ്ധ പിതാവ് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി പെരുന്നാളിന് തുടക്കമായി. പിതാക്കന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിമലയെ സംബന്ധിച്ചിടത്തോളം എന്നും പെരുന്നാൾ തന്നെയാണ്. എന്തുവരികിലും ആ പരിശുദ്ധ പിതാവ് നമ്മളിൽ നിന്ന് വിട വാങ്ങിയതായിട്ടുള്ള 1 നവംബർ 1, 2 തീയതികൾ പ്രത്യേകിച്ച് നമ്മളിവിടെ പെരുന്നാൾ നടത്തുന്നുള്ളത് ഈ പെരുന്നാളിലെ നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ, മലങ്കര സഭയുടെ വിവിധ പള്ളികളിൽ നിന്നുള്ള തീർത്ഥാടക സംഘാംഗങ്ങൾ, ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള നമ്മുടെ സഭാംഗങ്ങളായ മക്കൾ എല്ലാവരും ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തീർത്ഥാടകരായി ഇവിടെ വന്നു ചേരാറുണ്ട്. ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ അനുഭവ സാക്ഷ്യമാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അനുഭവ സാക്ഷ്യമുള്ളവരാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും വിട്ടുപോകുന്ന വ്യാധി എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥനയാലും ഉപവാസത്താലും കണ്ണുനീരോടും കൂടി പരിശുദ്ധ പിതാവിൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആരും നിരാശരായി മടങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല, കാരണം ഇനി ഒരു യോഗ ഇവിടെ നടക്കുവാനുണ്ട്. എനിക്കൊരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. ഈ ഒരു വാരം, തീർത്ഥാടന വാരം, നമ്മളും ഏറ്റവും അനുഗ്രഹപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിശുദ്ധിയോടും ഉള്ള ജാഗരണയോടും പ്രാർത്ഥനയോടും കൂടി ഈ ഒരാഴ്ചക്കാലം കഴിയണമെന്നുള്ള ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. അതോടൊപ്പം ഇവിടെ സ്ഥലപരിമിതികളോ മറ്റ് അസൗകര്യങ്ങളോ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് സദയം ക്ഷമിക്കണമെന്നും ഈ പെരുന്നാൾ ഏറ്റവും ഭംഗികരമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്നും ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മഹാപരിശുദ്ധനും ആഗോളതലത്തിൽ ഭക്തജനങ്ങളുടെ മധ്യസ്ഥനുമായിരിക്കുന്ന പരിശുദ്ധ പരിമല തിരുമേനിയുടെ 110-ാം ഓർമ്മ പെരുന്നാൾ സംബന്ധിച്ച് ഇന്ന് ഇവിടെ കൂടിയതായ ആ ജനസമുദ്രത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പെരുന്നാൾ തുടക്കം കുറിച്ച് മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പരിശുദ്ധ ബാവ തിരുമേനി തൻ്റെ പ്രസംഗത്തിൽ ഈ സെമിനാരി ഉയർന്നു വരാൻ കാരണമായി തീർന്ന മലങ്കരയിലെ അധ്യക്ഷനായിരുന്ന പരിശുദ്ധ പരിമല പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്യാസിയോസ് രണ്ടാമൻ തിരുമേനിയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ആശ്രയത്തിലും അദ്ദേഹത്തിനോട് കൂടെയുള്ളതായ സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഫലമായി ഇവിടെ വന്ന് താമസിച്ച് ഈ സെമിനാരിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സഭയുടെ എല്ലാവിധമായ ഉന്നമനങ്ങളും അദ്ദേഹത്തിൽ കൂടി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നതായ ഈ സെമിനാരിയുടെ പെരുന്നാൾ ആഘോഷം എത്രയും ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധ ബാവ തിരുമേനി നമ്മോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഉച്ച സമയത്ത് ആ നല്ല വെയിലത്ത് ഇവിടെ വന്ന് ഈ കർമ്മങ്ങൾ നിർവഹിച്ച മലങ്കര സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പരിശുദ്ധ ബാവ തിരുമേനിയുടെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിലും ഈ പരിമല സെമിനാരിയുടെ നാമത്തിലും ഈ സമ്മേളനത്തിൻ്റെ നാമത്തിലും ഏവരുടെയും എൻ്റെയും ആ ഹൃദയപൂർവമായ നന്ദി തൃപ്പാദത്തിങ്കൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി തന്നെ നിരണഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന അഭിവന്ദനായ ഡോക്ടർ യോഹാനന്മാർ ക്രിസ്തോസ്മാർ തിരുമേനിയും ഇവിടെ നമ്മോട് ആ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അനുഭവങ്ങളെ പറ്റി നമ്മളെ പങ്കുവെക്കുകയുണ്ടായി. അഭിവന്ദനായ തിരുമേനി ഇന്നു മുതൽ
നവംബർ മാസം 2-ാം തീയതി കൊടി ഇറക്കുന്നത് വരെ ഈ സെമിനാരിയിൽ തന്നെ വസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതായ നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ സെമിനാരിയുടെ എല്ലാവിധമായ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധാപൂർവം വേണ്ട വിധത്തിലുള്ളതായ നിർദ്ദേശങ്ങൾ നൽകുകയും അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ സംഗതിയാണ്. അദ്ദേഹത്തോടുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിലും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിലും അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ഇവിടെ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പരിമല സെമിനാരിയുടെ മാനേജർ ബഹുമാനപ്പെട്ട വേണ്ടുമ്പാച്ചൻ തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ കൂടി ഈ പെരുന്നാളിൻ്റെ ആ അമൂല്യമായ സംഗതികളെപ്പറ്റി നമ്മൾ ഓർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തോടും അതുപോലെ തന്നെ ഈ സെമിനാരിയുടെ കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ജേക്കബ് തോമസ് അരികുപുറം, ടി തോമസ് പരിമല, അതുപോലെ തന്നെ ഉമ്മൻ എന്നിവരോടുള്ളതായ നന്ദിയും സ്നേഹവും ഈ സെമിനാരിയുടെ പേരിലും അത് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിലും അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ ആദ്യം ഓർപ്പിച്ചതുപോലെ കൊടിയേറ്റത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്നിഹിതരായിരുന്നു. അവരോടും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതായ വിശ്വാസികളായ എല്ലാ സ്നേഹിതരോടും അതുപോലെ തന്നെ ഇന്ന് ഇവിടെ എത്തിയതായ ബഹുമാന്യരായ റമ്പാച്ചന്മാരോടും വൈദികരോടും കന്യാസ്ത്രീകളോടും മറ്റുള്ളതായ എല്ലാ ഉന്നതപ്പെട്ട ആളുകളോടും പ്രത്യേകിച്ച് ഇനിയും ഈ പെരുന്നാളിന് എത്തിച്ചേരുന്നതായ ലക്ഷക്കണക്കിന് തീർത്ഥാടകരോടുമുള്ളതായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Vande
ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴെല്ലായ്പ്പോഴും എന്നും നിനക്ക് ഉണ്ടായിരിക്കട്ടെ.